എൻ്റെ പേര് ലിൻസി. ഞാൻ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടിയാണ് 2020. കൊറോണ വലുതായി കൂടി നിന്നൊരു സമയത്താണ് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ഭാഗ്യവശാൽ അച്ഛനോട് സംസാരിക്കാൻ പറ്റി. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു ചോദിച്ചാൽ 25 വർഷമായി എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തന്ന എൻ്റെ സ്ഥലം അത് വിറ്റ് കിട്ടുക എന്നുള്ളതായിരുന്നു. അതിനേറ്റവും തടസ്സം നിന്നത് എൻ്റെ സഹോദരങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ 2020 കൊറോണ എല്ലാം അടങ്ങിയതിന് ശേഷം 2021 ഒക്ടോബർ 5 ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി എടുത്തു. അതിനുശേഷം നിയോഗം വെച്ചു. ഒന്നാമത്തെ നിയോഗം വെച്ചിരുന്നത് എൻ്റെ 25 വർഷമായി വിൽക്കാതിരുന്ന എൻ്റെ സ്ഥലം വിറ്റ് കിട്ടുവാനുള്ള അപേക്ഷയായിരുന്നു. ആ അപേക്ഷ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ തിരിച്ചുപോയി സ്ഥിരമായി നിയോഗ പ്രാർത്ഥന ചൊല്ലി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി 6 മാസം ആകുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥലം എന്നോട് വിൽക്കാൻ സമ്മതിക്കാതിരുന്ന എൻ്റെ സഹോദരങ്ങൾ തന്നെ ആ സ്ഥലം വിറ്റു തന്നു എന്നുള്ള അത്ഭുതമാണ് എനിക്ക് സംഭവിച്ചത്. അതിനുശേഷം വീണ്ടും അടുത്ത നിയോഗം വെച്ചിരുന്നത് ഒരു നല്ല വീട് വാങ്ങണം എന്നുള്ളതാണ്. അപ്പം ബാംഗ്ലൂർ പോലെയുള്ളൊരു സ്ഥലത്ത് ഒരു വീട് വാങ്ങണമെങ്കിൽ 1.5 കോടി 2 കോടി രൂപ വേണം. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഇല്ലായിരുന്നു. പിന്നെ അതിനുശേഷം എന്നും നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 5:30 മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. ഉടമ്പടി തൈലം ഉപയോഗിക്കും, ഉപ്പ് ഉപയോഗിക്കും. എൻ്റെ മക്കൾക്കും അവർ പഠിക്കാൻ വേണ്ടി ആ ഉപ്പും തൈലവും എല്ലാം അവർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി ഈ വർഷം ഏപ്രിൽ 23 2023 ഏപ്രിൽ 20 ഞങ്ങൾ ഒരു 3 BHK ഫ്ലാറ്റ് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് ഏറ്റവും എല്ലാവരും ആശിക്കുന്ന ഒരു സ്ഥലത്ത്, ബാംഗ്ലൂർ പോലെ ഒരു സ്ഥലത്ത് ഒരു 1.5 കോടിയിലധികം വില വരുന്ന ഒരു ഫ്ലാറ്റ് ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ തുകയിൽ വാങ്ങിക്കുവാൻ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് ഒരു ഹാർട്ടിന് അസുഖം ഉണ്ടായിരുന്നു. ഞങ്ങൾ 2021 ഇവിടെ ഒക്ടോബർ 5 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ അവൾക്ക് ഉടമ്പടി തൈലം പുരട്ടാൻ കൊടുത്തു. അതിനുശേഷം ഡോക്ടറുടെ അടുത്ത് പോയി. അവളെ പരിശോധിക്കുന്ന ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തോ ഭയങ്കര മിറക്കിൾ സംഭവിച്ചു. അവൾക്ക് യാതൊരു പ്രശ്നവും ഇപ്പോൾ ഇല്ല. അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങളിനി ഹോസ്പിറ്റലിൽ വന്നാൽ മതിയെന്ന്. അങ്ങനെ ആ വലിയ അത്ഭുതവും മാതാവ് എനിക്ക് നടത്തി തന്നു. ഈ സാക്ഷ്യം പറയുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. ഞാൻ ആരെയൊക്കെ കാണുന്നോ അവരോടൊക്കെ ഞാൻ പറയും, കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം, മാതാവ് അനേക അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന്. എല്ലാവർക്കും നന്ദി. മാതാവേ, അവിടത്തേക്ക് നന്ദി. ഇത്രയും വലിയ കൃപയോ അനുഗ്രഹവും എനിക്ക് പ്രാപിച്ചു തന്നതിന്.